ബാക്ക്. അപ്പോൾ ഗീസ് നമ്മളപ്പോൾ ഇന്ന് നെതർ ഫോർട്രസ് തപ്പി ഇറങ്ങാൻ പോവാണ് ഗീസ്. ഫൈനലി നമ്മളങ്ങനെ നെതർ ഫോർട്രസ് തപ്പി നെതറിൽ കയറാൻ പോവാണ്. അപ്പോൾ എന്താവുമെന്ന് ദൈവം തമ്പുരാനറിയാം. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ അപ്പോൾ എന്തായാലും ഈ ഒരു ആർമർ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ എന്തായാലും എൻ്റെ ഡയമണ്ട് ആർമറിന് ഇന്ന് തന്നെ എനിക്ക് ബൈ പറയേണ്ടി വരും. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ. ഇതെനിക്ക് ബൈ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ അയച്ച് മാറ്റി വെച്ചിട്ട് മാത്രമേ എല്ലാം മാറ്റിയിട്ട് ഒരു അയൺ ആർമർ ഇട്ടുകൊണ്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. അതാണ് നല്ലത്. ഗൈസ്, ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു എന്ന് ഓർമ്മയില്ലേ? പറഞ്ഞെന്ന് തോന്നുന്നു. എനിക്കൊരു അയൺ പിക്കാക്സ് കിട്ടി. ഇത് എവിടെ നിന്നാണല്ലേ? ഇത് ഈ ഒരു സിൽക്ക് ടച്ചുള്ള പിക്കാക്സ്. നമ്മളുടെ ഈ വാൻഡ്രൈൻ റൈഡർമാരുണ്ടല്ലോ, അവന്മാർ ഇതുമായിട്ട് സ്പോൺ ആവുമായിരുന്നു. ഞാൻ ചുമ്മാ വല്ലോ നല്ല ഇത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. എന്തെങ്കിലും നല്ല സാപ്ലിങ് ഇങ്ങനത്തെ വല്ല സാപ്ലിങ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നോക്കിയപ്പോൾ കിടക്കുന്നു ഒരു അടിപൊളി ഒരു അയൺ പിക്കാക്സ്. ഞാൻ നേരത്തെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഇപ്പം കിട്ടുമെന്ന്. ഞാൻ ഇപ്പോഴല്ല, നേരത്തെ കിട്ടിയതാണ്. പിന്നെ ഞാൻ അത് പെട്ടെന്ന് തന്നെ മേടിച്ച് വെച്ചു. അപ്പോൾ നമ്മളവിടെ ഒരു വേറെ കുറച്ച് എണ്ണം വന്നു. അമ്മമാരൊക്കെ ഞാൻ ട്രേഡ് ചെയ്ത് സെറ്റാക്കി ഒക്കെ ചെയ്തു. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള കുറേ ഐറ്റംസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ടെമ്പററി ബ്ലോഗിൻ്റെ ആവശ്യം വരുമോ? ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, എനിക്കൊന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോവാം. അതിന് മുമ്പ് മറ്റേ ആർമർ അതൊക്കെ ഞാൻ നേരത്തെ ക്രാഫ്റ്റ് ചെയ്ത് ഈ ഒരു പെട്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ഇതേ കണ്ടോ, മൊത്തം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എല്ലാം അങ്ങ് എടുക്കാൻ തിരിച്ച്. ഓക്കെ, ഇതെല്ലാം എടുത്തിട്ടുണ്ട്, ആർമറെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയും ടൂൾസും നമുക്ക് ഇത്രയൊക്കെ മതി. പിന്നെ ഇൻവെന്ററി പോയിട്ട് മറ്റേ ഈ ആർമറെല്ലാം ഊരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഊരി മാറ്റിയിട്ട് ഈ ഒരു ആർമർ ഇടുന്നു. ഓക്കെ, അതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതോ അത് ഞാൻ അറിയാതെ മാറ്റി വെച്ചാൽ. അപ്പോൾ അതിവിടെ വേണം. ഓക്കെ, ഇതിവിടെ മാറ്റിയിട്ട് ഈ ഒരു ഇതെടുത്തിട്ട് ഇതെടുക്കാം. ഓക്കെ, ഇവിടെ വേണം. ഇത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ എല്ലാ OP ഐറ്റംസും വെക്കാം. ജസ്റ്റ് പ്ലേറ്റ്. ഈ ഒരു ആർമർ ഇട്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ പോയി ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത്. ഈ ഒരു ഡയമണ്ട് ആർമർ തന്നെ ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ ഈ ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. വല്ലതും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രേ ഉള്ളൂ. ഇത് പോയാൽ എനിക്ക് വലിയ വിഷമമില്ല. ഈ ആർമർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒപ്പിക്കാനേ ഉള്ളൂ. ഇത് പോയാൽ എനിക്ക് വലിയ വിഷമമില്ല. കുറച്ച് നേരം ഞാൻ ഒന്ന് കരഞ്ഞിട്ട് തിരിച്ചു വരും. വലിയ വിഷമമില്ല, പിന്നെയും കളിക്കും. ഓക്കെ, ഇനിയും പോവാല്ലേ? പോവാ. എന്തായാലും പോകുന്നു. ഒരു ബോയും കൂടെ എടുത്തിട്ട് പോവാം. ചുമ്മാ പോയി പണി മേടിക്കണ്ടല്ലോ. മറ്റേ ബലൂൺ ഉണ്ടെങ്കിൽ നമുക്ക് അമാരടിച്ചിടാം. അതെ, ഒരു ബോയ് ഇവിടെ ഇരിപ്പുണ്ട്. അവിടെയും ഒരു ബോയ് ഉണ്ട്. എൻ്റെ വിഷയമില്ല. ഇതിനകത്ത് വേറെ ബോയ് ഉണ്ടെന്ന് തോന്നി, ഞാൻ കണ്ട പോലെയാണ്. ഇല്ലേ? ഓക്കെ, നമുക്കപ്പോൾ ഇനി ആരോ ഞാൻ ഇതിനകത്ത് സേഫായിട്ട് സീക്രട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൽ നിന്ന് 2 സ്റ്റാക്ക് എടുക്കുന്നില്ല, 1 സ്റ്റാക്ക് എടുത്തുകൊണ്ട് പോവാം. 1 സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്, നമുക്ക് പോവാം. സ്റ്റാക്ക് എടുക്കണമായിരുന്നു, വേണ്ട. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോയേക്കാം. എൻ്റെ കയ്യിൽ വാല്യുബിൾസ് ആയിട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അയൺഫാമിൻ്റെ സൗണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ അങ്ങ് കയറിയിട്ടുണ്ട്. ഒരു സാധനം കൂടെ എടുക്കാൻ മറന്നു ഗൈസ്. ദൂരത്ത് നിൽക്കുന്നു ഇവിടെ. അതിനെ കൊല്ലാം. ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. മറ്റേ അവന്മാർ കണ്ട എന്നെ ഇട്ട് കൊല്ലും. അപ്പം അവന്മാർ കാണാനും ഈ ഒരു ബൂട്ട് എടുക്കണം എനിക്ക്. ഇത് എടുക്കാൻ മറന്നേ പോയി. അപ്പോൾ ഇത് ഇട്ടുകൊണ്ട് വേണം നമുക്ക് അവിടെ നിൽക്കാൻ. ഇൻവെന്ററിക്കകത്ത് പോയി ഇതങ്ങ് ഇടട്ടെ. ഇത് മാറ്റിയിട്ട് ഇതങ്ങ് ഇടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ അത് സെറ്റായി. ഇതെന്തിനാണ് എൻ്റെ ഇൻവെന്ററിക്ക് അകത്ത് വെച്ചേക്കുന്നത്? ഇൻവെന്ററിക്ക് അകത്ത് വെക്കണ്ട, എല്ലാം വെളിയിരിക്കട്ടെ. ആരെങ്കിലും പെട്ടെന്ന് കൊല്ലം വീഴുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇതിലോട്ട് ഇങ്ങനെ മാറിക്കോളാം. അല്ല, വലിയ കാര്യമൊന്നുമില്ല. ഇതിലോട്ട് മാറിയിട്ട് ഇതാണ്ടാവും. ഏതാണ്ട് ഒരു ഇതൊക്കെ പോകുന്നുള്ളൂ. മണ്ടയ്ക്ക് എനിക്ക് കാണാതിരിക്കും. എന്തായാലും ഞാനിപ്പോൾ ഇത് ഇടുന്ന്. ഓക്കെ, ഇനി നമുക്ക് കയറാം.
നെതർ കയറിയിട്ട് ഞാൻ കുറേ നാളായി. അപ്പോൾ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എനിക്കിട്ട് കുഴപ്പമാണ്. ഇതെന്തോ ഇത് ഗായ്സ്, നമ്മളൊന്നും ചെയ്യില്ല. ഇതെന്തത്? ഉള്ള എല്ലാ മോബുകളുണ്ട്. ഇത് കുതിര വരെ ഉണ്ട്. മച്ചാൻ എന്തെങ്കിലും ചെയ്യില്ല, ഞാൻ ഒരു പാവാ. ഓക്കെ ഇതെന്താ ഇത്? കോഴി, ആട്, എന്താ പിഗ്, വേറൊരു പന്നി ഇവിടെ ഇപ്പുണ്ട്. പിന്നെ ഇതൊരു കുതിര. എൻ്റെ അമ്മ, നമുക്കെന്തായാലും ഇവിടുന്ന് ഏത് വഴിക്ക് പോകണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നമ്മുടെ സുധിയണ്ണൻ അന്ന് ചെയ്ത പോലെ തന്നെ നമുക്കും അതേപോലെ തന്നെ ചെയ്യാം. നമ്മുടെ അരി, പൊരി, ശർക്കര ഉണ്ട. ഓക്കെ, അത് തന്നെ. അപ്പോൾ ഈ സൈഡ്, അപ്പോൾ ഈ സൈഡിലോട്ട് തന്നെ നമുക്ക് പോവാം. ഇവിടെ ഒരു സൂ തുറക്കാനുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എന്തായാലും ലാവ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത്, ഒരു മിനിറ്റ്. ഓക്കെ അങ്ങനെ ഞാൻ കുറേ ദൂരം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ പോനെ അടിപൊളി. എടാ, ഞാൻ എടുത്തങ്ങ് ചാടിക്കൊടുത്ത്. ഞാൻ ഇത്രയും നേരം കീബോർഡ് മൗസിൽ മാത്രമല്ല കളിച്ചത്. ഞാൻ ഇത്രയും നേരം എന്താ പറയുക, നമ്മളുടെ മൊബൈലിൽ ചുമ്മാതെയും കൂടെ ഞാൻ കളിക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ മൊബൈലിൽ കളിക്കുന്നതാണെന്ന് ഓർത്ത് ഞാൻ ഷിഫ്റ്റ് ചുമ്മാ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങ് വരുമായിരുന്നു. ഞാൻ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുവാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പോയി കൊടുത്ത്. എടാ ഒരു മിനിറ്റ്, ഞാൻ ഇതാ വരുന്നത്. ഓഫ് അവിടെ, ഇതെന്ത് റെക്കോർഡിങ് ഓഫ്. ഓക്കെ, എന്തായാലും ബ്ലോക്ക് ഉണ്ട്. ഞാൻ എന്തായാലും ബ്ലോക്ക് വെച്ച് മണ്ടയ്ക്കോട്ട് പെട്ടെന്ന് കയറാമല്ലേ. എൻ്റെ ഇരിക്കുന്ന സ്ലാബാണ്, അതാണ് പ്രശ്നം. അറിയാതെ പോലും ഡബ്ല്യു അടിക്കല്. അയ്യോ, തീർന്നോ? ബ്ലോക്ക് തീർന്നോ? ഓക്കെ. അയ്യോ ഗാസ്റ്റ്. ഞാനിങ്ങെത്തി. അയ്യോ, മൗസ് ഓഫായി. പെട്ട് മൗസ് ഓഫായി. ഞാൻ നേരത്തെ ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ നൈസായിട്ട് ഷിഫ്റ്റും ക്ലിക്കില്ല, ഒന്നും ക്ലിക്കില്ല. ഞാൻ ഇങ്ങനെ വന്ന് പിന്നെ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലോക്ക് ഫുള്ള് തീർന്നിട്ടുണ്ട്. അത് തന്നെ എൻ്റെ ബ്ലോക്ക് ഞാൻ ഈ ഒരു ബ്ലോക്ക് കുറേ ഉണ്ട്. പക്ഷെ ഞാൻ ടെമ്പററി ആയിട്ട് കൊണ്ടുവന്ന് മറ്റേ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. ഈ ബ്ലോക്ക് മൊത്തം തീർന്ന്. ഞാനിവിടെ ആദ്യം കൊണ്ടുവന്ന 2-3-4 സ്റ്റാക്ക് അത് ഒന്നും തികയുന്നില്ല. എടുത്ത് ഇതൊന്നും തികയുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ കൊണ്ടുവന്ന് ആ ഒരു 2 സ്റ്റാക്ക് അവിടെ നിന്നും കൂടെ കൊണ്ടുവന്ന്, എന്നിട്ടും എനിക്കിവിടെ തികഞ്ഞില്ല. പിന്നെ ഞാൻ അവിടെയുള്ള എല്ലാ ബ്ലോക്കും എടുത്തുകൊണ്ട് വന്നിട്ട് എന്നിട്ടും എനിക്കിവിടെ തികഞ്ഞില്ല. എന്നിട്ട് ഇവിടെ എനിക്ക് ഒന്നും കാണാനും പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഡെഡായേനെ. അയ്യോ, ഞാൻ ഇവിടെ കുറേ ഫൈറ്റൊക്കെ നടക്കുന്നു. ഞാൻ ഇവിടെ കുറേ കാസ്റ്റിനെ കണ്ട്, പക്ഷേ കുറച്ചെണ്ണത്തിനെ അടിച്ചിട്ട് അയ്യോ ഇതൊരു കാസ്റ്റ്. അവൻ ഒറ്റ ഹിറ്റിന് തോന്നുന്നു കേട്ടോ. ഞാൻ നേരത്തെ ഹിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അവൻ ഡീസ്പോണായി. ഓക്കെ, എന്തായാലും ഇവിടെ എനിക്കിങ്ങനെ ബ്ലോക്ക് വെച്ച് പോകാനേ പറ്റൂ. പക്ഷേ ഇവിടെ ഗാസ്റ്റിനെയാണ് എനിക്ക് പേടി. ഇവന്മാരും എല്ലാം വന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ തീർന്നു. എൻ്റെ അയൺ ആർമറിന് ബൈ കൊടുക്കാം. അയൺ ആർമർ ആയതുകൊണ്ട് ഞാൻ സഹിക്കും. ഡയമണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഡയമണ്ട് എടുത്തുകൊണ്ട് വരാഞ്ഞത്. ഇപ്പോൾ ഞാൻ ഡയമണ്ട് എങ്ങനെ എടുത്തുകൊണ്ട് വന്നായിരുന്നെങ്കിൽ എൻ്റെ ഡയമണ്ട് ആർമർ പോയേനെ. അതുകൊണ്ടാണ് ഞാൻ ഡയമണ്ട് ആർമർ കൊണ്ടുവരാഞ്ഞത് തന്നെ. ഓക്കെ, ഇത്രയും ഞാൻ ബ്ലോക്ക് വന്നിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാനൊരു 108 ബ്ലോക്ക് വന്ന് എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ഇങ്ങനെ ബ്ലോക്ക് വെച്ച് തന്നെ പോവുക. ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ ബ്ലോക്ക് വെച്ച് പോകാനേ പറ്റൂ.
നേരത്തെ ഞാൻ ഇവിടുന്ന് ഒരു ഗാസ്റ്റിനെ കൊന്നിട്ട് അതിൻ്റെ ഗാസ്റ്റ് ടിയർ ഇതിൻ്റെ മണ്ടയ്ക്ക് വന്ന് വീണ്. എന്ത് അത് കളക്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴത്തേനും അത് ഡീസ്പോണായി. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദൂരം നമുക്കിനി പോവാം. എന്ത് ഇങ്ങനെ കുഴപ്പമില്ല. എൻ്റെ ഷിഫ്റ്റ് കീക്ക് ഒരു തീരുമാനമാവും. ഞാൻ താഴെ കൂടെ പോകാത്തത് നിൽക്കുന്നവന്മാർ കാണുന്നതാണ്. അവിടെ നിന്ന് കാണുമല്ലോ, നിൽക്കുന്നവന്മാർ ഒറ്റയില്ല എന്നെ പറപ്പിക്കും. എന്നെ കൊന്നാൽ കുഴപ്പമില്ല, എന്നെ പറപ്പിക്കും അവന്മാർ. കൊന്നാൽ ഞാനാണെങ്കിൽ എൻ്റെ ഐറ്റംസ് എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. പക്ഷേ അവന്മാർ എന്നെ പറപ്പിക്കും. കഴിയുന്നു. ഉള്ള ബ്ലോക്കെല്ലാം ഞാൻ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. ഇത് വൈൻ്റെ വന്ന് പ്ലേസ് ചെയ്തു. ഞാൻ തരും ഇതിൻ്റെ മണ്ടയ്ക്ക് എനിക്ക് ബ്ലോക്ക് ആക്കാൻ പറ്റില്ലേ? അതിൽ കുഴപ്പമില്ല. മണ്ടയ്ക്ക് കുറച്ച് വൈൻ എടുക്കാൻ എന്തായാലും. ഓക്കെ, കുറച്ച് വൈൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒറ്റൊരു വൈനാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ കുറേ ഉണ്ടല്ലോ, അത് എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ട് എടുക്കാൻ കഴിയും. ഞാൻ പൊട്ടിച്ചത് പൊട്ടി വരുമില്ലായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല. ഇത് F3 ആണ്. F4 അടിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. ഷിഫ്റ്റ് ഓക്കെ. പതിയെ പോവാ. എന്താ ഞാൻ എന്തെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും നടന്നാൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത് ഗൈസ്. ഞാൻ പിന്നെയും ഡെഡായി. ഇപ്പം രണ്ടാമത്തെ വെട്ടാണ് ഞാൻ ഡെഡാകുന്നത്. ഒന്നും പറയണ്ട. ഞാൻ ഈ സൈഡ് ഇപ്പോൾ പിന്നെയും ഡെഡായി. ഞാനൊരു വലിയ ഒരു ഹൈറ്റിൽ നിന്ന് പോയി ഒറ്റ വീഴ്ച. ഞാൻ പോയി നോക്കി ഗൈസ്, അവിടെ എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. മൊത്തം പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഗോളൊക്കെ മാറി. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് തന്നെ പോയിട്ട്, നാളെ വല്ലതും പോയിട്ട് ഡ്രാഗനെയൊക്കെ കൊന്ന് സെറ്റായിട്ട് നാളെയല്ല മറ്റന്നാൾ വല്ലതും ഡ്രാഗനെയൊക്കെ കൊല്ലാമെന്നാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുള്ള് പെട്ടു. ഡ്രാഗനെ കൊല്ലാം ഇനിയും പറ്റൂലേ നമുക്ക്? പറ്റും, അതല്ല ഞാൻ ഇനി ഐറ്റംസൊക്കെ എടുത്ത് കൊണ്ടുപോകണ്ടേ. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞില്ലാന്ന് തോന്നുന്നു, ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഇതെന്തോന്ന് പറഞ്ഞാൽ ഒരു ജനറേറ്റർ പോലത്തെ സംഭവമാണ്. ജനറേറ്ററല്ല, ഒബ്സീഡിയൻ നമുക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറ്റി ചെയ്യാൻ വേണ്ടിയുള്ളതാണ് സംഭവം. ഇത് വേറൊന്നുമല്ല, ഇവിടെ ഞാൻ മണ്ടയ്ക്ക് ഒരു വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോണം, ഇവിടെ ആയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പിസ്റ്റൺ ഇവിടെ ലാവയും കൊണ്ട് ഒഴിച്ച് വെക്കും. ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ ബക്കറ്റ് എൻ്റെ കാണും, ലാവ കാണും. അപ്പോൾ ഞാൻ ലാവ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബക്കറ്റില്ല, പക്ഷെ അതിനകത്ത് കാണുന്ന ആടെ ബക്കറ്റൊക്കെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു ബക്കറ്റ് ഒരു ലാവയുണ്ട്. അതെടുക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ പിക്കാക്സ് എടുക്കണം. പിന്നെ ഇതെല്ലാം എടുക്കാം നമുക്ക്. എല്ലായിടത്തും ഇട്ടേക്കാം. ഇന്നെന്തായാലും നമ്മുടെ ഗോള് മാറിയിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ എന്തായാലും. ഇതെല്ലാം ഒന്ന് ഇടട്ടെ കേട്ടോ. ഇതുകൊണ്ടായിരുന്നു കേസ് ഞാൻ നേരത്തെ ഇത് കൊണ്ടുപോയാനെ. ഇപ്പോൾ ഇത് കൊണ്ടുപോയിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ പെട്ടേനെ, എന്തായാലും പെട്ടേനെ, എല്ലാം പോയേനെ. ഓക്കെ, ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. എൻ്റെ ഷീൽഡ് പോയി, അത് കുഴപ്പമില്ല. ഷീൽഡൊക്കെ നമുക്ക് പിന്നെ ഒപ്പിക്കാമല്ലോ, അതും കുഴപ്പമില്ല. പക്ഷെ എല്ലാം കുഴപ്പമില്ല. ഇനിയും ഇതുകൂടെ മാറ്റിയിട്ട് ഇങ്ങോട്ട് വെച്ചാൽ ഓക്കെ, നമ്മൾ റെഡി ആയിട്ടുണ്ട്, കിറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ ലാവ ബക്കറ്റ് എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ലാവ എടുക്കും. നേരെ വന്ന് ഇവിടെ വയ്ക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല, സൈനുള്ളതുകൊണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കളിക്കും. അപ്പോൾ ഇതേപോലെ ആവും, ഓപ്സിഡിയൻ ആയിക്കോളും. പിന്നെ ഞാൻ അത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കും. ഇതേപോലെ അങ്ങ് പൊട്ടിക്കുമ്പോൾ പൊട്ടിച്ചാലും കുഴപ്പമില്ല. അവിടെ കണ്ടോ, വുഡ് ഉള്ളതുകൊണ്ട് അത് പൊട്ടിപ്പോകത്തില്ല. കണ്ടോ, ഇങ്ങനെ ഓരോ ഓപ്സിഡിയൻ എടുക്കും. നല്ല ഈസിയാണ്. നമുക്കിത് വേണമെങ്കിൽ ഇത് മാറ്റാൻ പറ്റുമെന്ന് തോന്നി കേട്ടോ. അപ്പം എന്തുവാന്ന് പറഞ്ഞാൽ നമുക്കിത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. അത് അടിയിൽ ഇവിടെ ആയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മുടെ ലാവ ഉണ്ടല്ലോ, ഇത് കയ്യിലോട്ട് എടുത്ത് അയ്യോ മൊത്തം പോയി. ഇതിപ്പോൾ എന്താ പറ്റി പെട്ടെന്ന്? ഇതിനകത്ത് വെള്ളം വന്നതാണ്. എനിക്ക് വെള്ളമല്ല വേണ്ടത്, നോർമൽ ബക്കറ്റ് അവിടെ വെക്കാം. ഇതിനകത്ത് വാട്ടർ ബക്കറ്റും വെക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ വെള്ളം ഞാൻ മാറ്റി കൊടുത്താൽ മതി കേട്ടോ, അത് കുഴപ്പമില്ല. ഇനിയും ഞാൻ നേരെ പോയിട്ട് ഇവിടെ മണ്ടയ്ക്ക് ഇത് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ജനറേറ്റർ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അറിയത്തില്ല, ഞാൻ ഇതൊന്നും നോക്കിയിട്ടൊന്നുമില്ല.
ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ നോക്കുന്നത്. ചിലപ്പോൾ ഇത് ഒബ്സിഡിയനാവും. അതിൻ്റെ അടീസ് ഒന്നും വർക്കായില്ല. ഇത് അവിടെ സ്റ്റോണായി കേട്ടോ. സ്റ്റോണായി ആ വെള്ളം സ്റ്റോണായി പോയി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പൊട്ടിക്കുവാണെങ്കിൽ ആ വെള്ളം പൊയ്ക്കോളും. ഓക്കെ, അപ്പോൾ അത് വർക്കാവില്ല. അപ്പോൾ കുറേ നമുക്ക് ഒബ്സിഡിയൻ കൊണ്ട് വെള്ളം കൊണ്ട് കളയണം, എന്നാലേ നമുക്ക് സംഭവം സെറ്റാവും. എന്തായാലും ഞാൻ ഇത് അടിയിൽ കൊണ്ട് വെക്കാം. ഓക്കെ, ഇത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇവിടുന്ന് ഇപ്പോൾ തിരിച്ച് ലാഭ കിട്ടിക്കോളും. ഈ വെള്ളം നോക്കി ഇനി കയ്യിലോട്ടില്ല. കണ്ടോ, തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി തിരിച്ച് പോയിട്ട് എനിക്ക് ഈ ഒരു വെള്ളം കൂടി ഇങ്ങോട്ടെടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് വർക്കായിക്കോളും. ഇത് കണ്ടില്ല. ഇനി ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് കേട്ടോ ശരിയും വരും, പൊട്ടിക്കും, മാറ്റും, കൊണ്ട് വെക്കും. ഇങ്ങനെ ഞാൻ പിന്നെ ചെയ്യുമ്പോൾ എനിക്ക് കുറേ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്നോളജി. അപ്പോൾ ഞാനിതാ വരുന്നത് ഒരു വിറ്റ്. എൻ്റെ കയ്യിൽ വലിയ കാര്യമായിട്ട് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ പെട്ടേനെ. ഇതുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ ടൂൾസോ ആർമറോ ഒന്നും കൊണ്ടുപോകാനത്. ഇപ്പോൾ ഞാൻ ഈ ടൂൾസോ ആർമറോ വല്ലതും ആണ് കൊണ്ടുപോയതെന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ടൂൾസും പോയേനെ, ആർമറും പോയേനെ. പുതിയ ഡയമണ്ട് ആർമർ ഗോ ബൈ. അപ്പോൾ ഞാൻ ഇതാ വരുന്നത് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് ഒരു സംഭവം ചെയ്യാൻ പറ്റൂ. എന്തെങ്കിലും ചെയ്യാനോ ഇല്ലോ, ചുമ്മാ ഇതാക്കണ്ടല്ലോ. ഓക്കെ, ഞാൻ ഈ ഒരു വേൾഡിൻ്റെ കോപ്പി എടുത്ത്, എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ ക്രിയേറ്റീവ് ആക്കി. അവിടെ ഞാൻ കുറേ ദൂരം ഇങ്ങനെ വെച്ച് പോയി. അപ്പോൾ അങ്ങനെ വെച്ച് പോയപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത്, അയ്യോ ഇതും ഇങ്ങനെ ഓക്കെ, ഇവിടെ നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ സംഭവങ്ങളൊക്കെ. ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഈ സംഭവം ഓക്കെ, അയണൊക്കെ ഇവിടെ കറക്റ്റ് വരുന്നോളും. ഈ സംഭവം ഇവിടെ വന്നോളും. നല്ല രീതിയിൽ തന്നെ അവിടെ അയൺ ഫോം വർക്കാവുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഒരു അയൺകോളം മാത്രം ഇവിടെ വന്നിരിപ്പുണ്ട്. ഇതെന്താ എനിക്കറിയില്ല. എന്തായാലും ആട്ടെ. ഇതിലോട്ട് ഞാൻ പിന്നെ മെൻറ്റിങ് എഫിഷ്യൻസി ഒക്കെ ആഡ് ചെയ്തു. പിന്നെ ഡ്യൂറബിലിറ്റി ഒക്കെ ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വേറൊന്നുമല്ല, നമ്മൾ നമ്മൾ ആ മോബ് ഫാം ഫുള്ള് ബിൽഡ് ചെയ്തു കേട്ടോ. പക്ഷെ അതെന്താണെന്നറിയില്ല, ഹൈറ്റിൻ്റെ ആണോ എന്തോ ഇന്ന് അത് ഫുള്ള് നല്ലപോലെ വർക്കാവുന്നില്ല. അതെന്താണെന്നറിയില്ല. പിന്നെ ഇവിടെ ബ്രിച്ചിൻ്റെ സാപ്ലിങ്ങൊക്കെ ഞാൻ കൊണ്ടുവച്ചു. ആ സ്പ്രൂസ് ട്രീ അവിടെ വളർന്നിക്കൊണ്ട് നമുക്കപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഓക്കെ, ഇപ്പോൾ സ്പ്രൂസ് വുഡ് നമുക്കിവിടെ ഫാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നല്ല അത്യാവശ്യം നല്ല വുഡൊക്കെ ഇതിൽ നിന്ന് കിട്ടിക്കോളൂ. അപ്പോൾ നമുക്കിനി അതിൽ നിന്നൊരു സാപ്ലിങ് കൂടെ കിട്ടിയിട്ട് നമുക്കൊരു വലിയ മരം ഉണ്ടാക്കണം ഇവിടെ. അപ്പോൾ എൻ്റെ കയ്യിൽ അതിനുള്ള ഈ സാപ്ലിങ് ഇല്ല, സംഭവം ഇതിനുള്ള ഇതുണ്ട്. നമ്മളുടെ ബോൺ മീൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ മണ്ടക്കത്തെ പെട്ടിയിലായിരിക്കും. ചില പെട്ടി ഇപ്പോൾ നിറഞ്ഞു കിട്ടുമോ. ഈ ഒരു പെട്ടിക്കകത്ത് നമ്മളുടെ ബോൺ മീൽ ഇരിപ്പുണ്ട്. നമുക്കപ്പോൾ അതിങ്ങെടുക്കാം. പിന്നെ നമുക്ക് അവിടെ കമ്പോസ്റ്റർ വെച്ചിട്ട് കമ്പോസ്റ്റ് ആ സംഭവം ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണമായിട്ട് എടുത്തിട്ട് ഇതങ്ങ് കൊടുത്തിട്ട് ഓക്കെ, നമുക്കിനിയും ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സെറ്റാക്കാം. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് വെച്ചങ്ങ് സെറ്റാക്കാമെന്ന്. ഇവിടെ ആയിട്ടാകുമ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ആയിട്ട് വെച്ചങ്ങ് സെറ്റാക്കാം നമുക്കത്, അല്ലേ? അതെ. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാം എല്ലാം. അപ്പോൾ നമുക്കിപ്പോൾ അതിനകത്തുനിന്ന് വന്ന് ഫുൾ പോപ്പി എടുക്കാം. ഇവനെന്ത് കറക്റ്റ് ഇവിടെ വന്നിരിക്കുന്നു. ഹൈ മാൻ. ഓക്കെ, നമുക്കിനി പോയിട്ട് ഇത് തുറന്നിട്ട് ഇതിനുള്ള പോപ്പി എല്ലാം എടുക്കാം. ഓക്കെ, ഇതിൽ നിന്നുള്ള എല്ലാ പോപ്പി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 സ്റ്റാക്കോളം പോപ്പി കിട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഓക്കെ, അവിടെ അവനങ്ങോട്ട് പോയി. അയ്യോ, ഞാൻ വീഴല്ലേ? തള്ളിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാനല്ല അവനെ കൊന്നത്, അവനെ ഞാൻ തള്ളിയിട്ടു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ 6 ബട്ടൺ ഞാൻ ഹോൾഡ് ചെയ്ത് ഇരിക്കാൻ അത് ഫുള്ളങ്ങ് കമ്പോസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാനിതിന് കമ്പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇതായിരുന്നേ ഗൈസ്, ഞാൻ അങ്ങനെ കമ്പോസ്റ്റ് ചെയ്ത് കുറച്ച്
ബോൺ മീൽ ഉണ്ടാക്കിയിട്ട് ഇത്രയും 25 എണ്ണം കൊണ്ട് കിട്ടി. അത് വെച്ച് ഞാൻ ഇത് രണ്ടും ബോൺ മീൽ ചെയ്ത് കേട്ടോ. ഈ സംഭവം എന്താണ് നമ്മളുടെ ഇത് രണ്ടും ബോൺ മീൽ ചെയ്തിട്ട് അതിൽ നിന്നും കുറച്ച് വുഡൊക്കെ കിട്ടിയത് എൻ്റെ കയ്യിരിപ്പുണ്ട്. അതിൽ നിന്ന് കുറച്ച് വുഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് വെച്ച് ഞാൻ അതിവിടെ ഒരു ബിർച്ചിൻ്റെ മരവും വളർന്നിട്ടുണ്ട്. ഇവിടെ വേറൊരെണ്ണമുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇത് ഒരെണ്ണം തന്നെ ചെയ്യുമ്പോൾ തന്നെ അത് വളരുമായിരിക്കും ചിലപ്പോൾ. വളർന്നില്ല. രണ്ടെണ്ണത്തിൽ തന്നെ വളർന്നിട്ടുണ്ട്. അത് കുറേ നേരമായി ഞാൻ അവിടെ നട്ട് വെച്ചിട്ട് അതിൻ്റെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ ജംഗിളിൻ്റെ വെച്ചിട്ടുണ്ട്. 3 ജംഗിളിൻ്റെയും കണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നോക്കട്ടെ. 3 ഞാൻ വെച്ചു. പിന്നെ ഒരു എൻ്റർമാനെ ഞാൻ കൊന്നു. അങ്ങനെ കുറച്ചും കിട്ടി. അങ്ങനെ ഫുള്ള് കിട്ടി. പിന്നെ ഞാൻ നേരത്തെ ഗെയിം ഒന്ന് പോസ് ചെയ്ത് എന്തിനാ അറിയാമോ? നേരത്തെ ഞാൻ ഗെയിം പോസ് ചെയ്തത് തന്നെ ഒരു വീടിൻ്റെ ഡിസൈൻ ഉണ്ട്, അത് നോക്കാനായിരുന്നു. അത് ഞാൻ നോക്കിയിട്ട് ഒരു വീടിൻ്റെ ഡിസൈനും കിട്ടി. പിന്നെ നമ്മൾ ഫോട്ടോസ് എവിടെ ഉണ്ടെന്ന് നോക്കാനായിട്ട് ഇതിൻ്റെ ഒരു ബാക്കപ്പല്ല മറ്റേ സംഭവം വേറൊരു കോപ്പി എടുത്ത് അത് ഞാൻ ക്രിയേറ്റീവിലും ആക്കി. എന്നിട്ട് നേരെ ഇങ്ങനെ കുറേ നേരം ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ തപ്പി അവസാനം എനിക്ക് ഒരു ഫോട്ടോസിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ നേരം കിടന്ന് തപ്പിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മറ്റേ ബ്ലേസ് സ്പോണറിൻ്റെ ലൊക്കേഷൻ വരെ ഞാൻ തപ്പിയെടുത്ത് കിട്ടി. അവസാനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. സംഭവം എൻ്റെ ഐറ്റംസ് എല്ലാം അതൊക്കെ പോയതായിട്ടില്ലേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഓഫ് ക്യാമറയിൽ ഞാൻ എന്തായാലും അവിടെ ആയിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ തന്നെ ഞാൻ അവിടെ പിടിച്ചു എന്നുള്ളൊരു വാർത്തയും കൊണ്ടായിരിക്കും ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.